ഹായ്, നമസ്കാരം. ഞാൻ കുന്നിനകം അഭിലാഷ്. ഇനി വരാൻ പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ്, അതിൽ എങ്ങനെ പുതുതായി വോട്ടർമാരെ ചേർക്കാം, സൈറ്റിൽ എങ്ങനെ നമുക്ക് ഒരു പുതിയ വോട്ടറിനെ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നമുക്കിത് എങ്ങനെയാണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ആദ്യമായി ഗൂഗിളോ ക്രോമോ എടുത്തതിന് ശേഷം sec.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ബയോയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ഓപ്പൺ ചെയ്ത് കയറിയാലും മതിയാവും. ആദ്യം ഓപ്പണായി വരുന്നത് ഇതുപോലൊരു പേജിലായിരിക്കും. അത് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കുറച്ച് താഴെയായിട്ട് സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന ചെറിയൊരു കോളം കാണാം. അത് നമ്മൾ ഓപ്പൺ ചെയ്യുക. പുതിയൊരു ന്യൂ വിൻഡോ വരും. സിറ്റിസൺ യൂസർ രജിസ്ട്രേഷൻ നമ്മൾ സ്ക്രോൾ ചെയ്യാൻ പറയാം. അതിനകത്ത് നമ്മുടെ പേര് ടൈപ്പ് ചെയ്യാനുള്ള ഭാഗം ഉണ്ടാവും. അവിടെ നമ്മുടെ ഫുൾ പേര് ടൈപ്പ് ചെയ്യുക. തൊട്ട് താഴെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. നമ്മൾ 10 നമ്പർ അടിക്കുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഗ്രീൻ ടിക്ക് വരും. വീണ്ടും നമ്മുടെ മൊബൈൽ നമ്പർ കൺഫേം ചെയ്യുക, ഒരിക്കൽ കൂടി അടിക്കുക തൊട്ട് താഴെയായിട്ട്. എൻ്റെ തൊട്ട് താഴെ പാസ്വേഡ് അടിക്കാനുള്ളൊരു ഭാഗമുണ്ട്. പാസ്വേഡിന് കുറച്ച് റൂൾസ് ഉണ്ട്. അത് ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം. അതുപോലെ ഒരു സ്മാൾ ലെറ്റർ ഉണ്ടായിരിക്കണം. ഒരു സ്പെഷ്യൽ ക്യാരക്ടർ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അതുപോലെ നമ്പറും ഉണ്ടായിരിക്കണം. എൻ്റെ പേര് അഭിലാഷ് എന്നായതുകൊണ്ട് തുടക്കം എ ക്യാപിറ്റൽ ലെറ്റർ, അബി, ബാക്കി സ്മോൾ ലെറ്റർ, @ അതിനുശേഷം ഒരു 4 1 2 3 4 0 എന്തെങ്കിലും വരുന്നൊരു 4 തൊട്ട് താഴെയായിട്ട് ഒരു 4 ഒരു ഇംഗ്ലീഷ് നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റീഫ്രഷ് സൈഡിൽ കൊടുത്തിട്ട് ഒന്ന് റീഫ്രഷ് ചെയ്യുക. വരുന്ന സ്മാൾ അക്കൗണ്ട്, അത് ക്യാപിറ്റൽ ആണെങ്കിൽ അതുപോലെ ടൈപ്പ് ചെയ്യുക. നേരെ നമ്മളെ മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP വരും. OTP വരാനായിട്ട് അതിന് മുമ്പ് തൊട്ട് വെരിഫൈ എന്നുള്ള അടുത്തൊരു പേജിൽ വരും. അതിൽ വെരിഫൈ എന്ന് കൊടുക്കുക. ഇങ്ങനെ ആയിരിക്കും ആ പേജ്. നമുക്ക് സാധാ മെസ്സേജിലായിട്ട് ഒരു OTP വരും. ആ OTP നമ്മൾ അടിച്ച നമ്പറിൽ OTP വരും. ആ OTP എടുത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെയായിട്ട് വെരിഫൈ എന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ യൂസർ നെയിം നിങ്ങളുടെ മൊബൈൽ നമ്പർ ആയിരിക്കും എന്നും പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്യുക. തൊട്ട് താഴെ ലോഗിൻ കാണിച്ചിരുന്നു. ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളെ മൊബൈൽ നമ്പർ മുകളിലായിട്ട് യൂസർ നെയിം എന്നുള്ള ഭാഗത്ത് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. തൊട്ട് താഴെ നമ്മൾ അവിടെ കൊടുത്ത പാസ്വേഡും കൊടുക്കുക. ഏറ്റവും മുകളിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, നമ്മളെ മൊബൈൽ നമ്പർ ആയിരിക്കും നമ്മളെ യൂസർ നെയിം. മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. തൊട്ട് താഴെ നമ്മൾ നേരത്തെ അടിച്ച ക്യാപിറ്റലും സ്മോളും നമ്പരും എല്ലാം കൂടെ വരുന്ന ഒരു സ്പെഷ്യൽ ക്യാരക്ടറും എല്ലാം കൂടെ വരുന്ന അത് ടൈപ്പ് ചെയ്യുക. തൊട്ട് താഴെയായിട്ട് വീണ്ടും വെരിഫൈ ചെയ്യാൻ വേണ്ടി കുറച്ച് നമ്പർ ഒരു ലെറ്റേഴ്സ് കാണും. സൈഡിലെ റീഫ്രഷ് ബട്ടൺ അത് പ്രസ് ചെയ്യുക, റീഫ്രഷ് ചെയ്യുക. അതിൽ നോക്കി അത് ടൈപ്പ് ചെയ്യുക, ലോഗിൻ കൊടുക്കുക. പുതിയൊരു പേജ് ഇതേപോലെ ഓപ്പണായി വരും. ഏറ്റവും മുകളിൽ തന്നെ ഫോം എ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. തൊട്ട് മുകളിലായിട്ട് ഏറ്റവും മുകളിലത്തെ ഓപ്ഷൻ നമുക്കത് പുതിയത് ആഡ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞിരുന്നത്. ബാക്കി കറപ്ഷനും കാര്യങ്ങൾക്ക് വേറെ സാധനമുണ്ട്. ഏറ്റവും മുകളിൽ കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനത്തെ ഒരു 5 സ്റ്റെപ്പ് കാണിച്ചിരിക്കും. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് അതിൻ്റെ തൊട്ട് താഴെ കാണിച്ചിരിക്കുന്നത്. 5 സ്റ്റെപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ്, നിലവിൽ നിങ്ങൾ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടുണ്ടോ, നിലവിൽ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ല, ഇങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് പ്രസ് ചെയ്യുക. അടുത്ത വീണ്ടും പുതിയ പേജിലോട്ട് വരും. നമ്മൾ ഓരോ 4 ഓപ്ഷൻ ഉണ്ട്. ഏതാണ് നമ്മുടെ ജില്ല, ഡിസ്ട്രിക്റ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഏതാണോ അത് സെലക്ട് ചെയ്യുക. ഞാൻ എൻ്റെ ഗ്രാമപഞ്ചായത്ത് അണ്ടൂർക്കുളമാണ്, ജില്ല തിരുവനന്തപുരമാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തിരുന്നു. ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്തു. അടുത്ത നമ്മളെ വാർഡ് ഏതാണോ അത്, എൻ്റെ വാർഡ് കുന്നിനകമാണ്, വാർഡ് സെലക്ട് ചെയ്തു. പോളിംഗ് സ്റ്റേഷൻ എല്ലാ സ്ഥലത്തും 2 എയും ബിയും, അത് ഭാഗം 1 ഭാഗം 2 കാണും. അതിൽ ഏതാണ് നമ്മളെ ബന്ധുക്കളൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ എനിക്കാണ് ചേർക്കേണ്ടതെങ്കിൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ ഏത് 1ാം ഭാഗത്താണോ 2ാം ഭാഗത്താണോ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ആ ഭാഗം സെലക്ട് ചെയ്യുക. നമ്മളെ താലൂക്ക് സെലക്ട് ചെയ്യുക.
അടുത്ത അസംബ്ലി മണ്ഡലം ഏതാണോ അത് എൻ്റെത് നെടുമങ്ങാടാണ്. അതുപോലെ നിങ്ങൾ ഏതാണോ അത് സെലക്ട് ചെയ്യുക. തൊട്ട് താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. തൊട്ട് താഴെയുള്ള അങ്ങനെ രണ്ടാം സ്റ്റെപ്പും പൂർത്തിയായി. മൂന്നാമത്തെ പേജിലോട്ട് വന്നു. നിയർ ബൈ വോട്ടർ സീരിയൽ എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വോട്ടർ ലിസ്റ്റിനകത്ത് നമ്മൾ ആരാണോ പരിചയപ്പെടുത്തുന്നത്, ചിലപ്പം നൈബർ ആയിരിക്കും, അല്ലെങ്കിൽ വീട്ടിലുള്ളവർ തന്നെ, അവരെ വോട്ടർ ഐ ഡി അല്ല വോട്ടർ സീരിയൽ നമ്പർ നമ്മളത് ലിസ്റ്റിൽ നോക്കുമ്പോൾ അറിയാം. ആ സീരിയൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിൻ്റെ ഉദ്ദേശം ആരുടെ വോട്ടർ ലിസ്റ്റിൽ അതിൻ്റെ തൊട്ടടുത്തായിട്ടായിരിക്കും നമ്മൾ വരാൻ പോകുന്നത്. ഫാമിലി മെമ്പർ ആണോ അതുപോലെ നൈബർ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ പേര് ഇംഗ്ലീഷിൽ ഫുൾ നെയിം ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക. അതിൻ്റെ താഴെ ഫുൾ നെയിം മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. തൊട്ട് താഴെ വോട്ടർ നെയിം ഇൻ ലോക്കൽ ലാംഗ്വേജ് എന്ന് കിടപ്പുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യണമെന്നില്ല, ഒന്നും ടൈപ്പ് ചെയ്യണമെന്നില്ല. അതിൻ്റെ തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഏതാണോ വർഷം ഒന്നുകിൽ നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ അത് ബാക്കിലോട്ട് അടിച്ചതിന് ശേഷം ഫുള്ള് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഏതാണോ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ്, മന്ത്, അതുപോലെ ഇയർ, അങ്ങനെ മൂന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കാം കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ. തൊട്ട് താഴെ ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെ മൊബൈൽ നമ്പർ എന്നുള്ളൊരു കോളം ഉണ്ട്. അതിൽ നമ്മൾ OTP ഒന്നും വരത്തില്ല. ഫാമിലിയിലുള്ള അമ്മേരെ നമുക്ക് സ്വന്തമായിട്ട് മൊബൈൽ നമ്പറിൽ അമ്മേരെയോ സ്വന്തം മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അത് വയ്ക്കാം. തൊട്ട് താഴെ നമ്മളെ കറക്റ്റ് പ്രോപ്പർ അഡ്രസ്സ് ഏത് വാർഡിലെന്നുള്ളതിൻ്റെ വാർഡ് കൊടുക്കുക, ഹൗസ് നമ്പർ കൊടുക്കുക. തൊട്ട് താഴെ ഇപ്പം സബ് നമ്പർ ഉണ്ടെങ്കിൽ ഇപ്പം 395A അങ്ങനെ ഉണ്ട് സബ് നമ്പർ ഉണ്ടെങ്കിൽ ആ സബ് നമ്പരും നമ്മൾ അതിനകത്ത് വയ്ക്കേണ്ടി വരും. ഇല്ല എന്നുണ്ടെങ്കിൽ വയ്ക്കണമെന്നില്ല. നമ്മൾ എത്രയാണോ വീട്ട് നമ്പർ അത് വീട്ട് നമ്പർ അടിക്കുക. തൊട്ട് താഴെ സബ് നമ്പർ ഉണ്ടെങ്കിൽ അതടിക്കുക. തൊട്ടടുത്തത് വീട്ടുപേരാണ്. വീട്ടുപേര് ഇംഗ്ലീഷിൽ ടൈപ്പ് എടുക്കുക. അതിൻ്റെ തൊട്ട് താഴെ അതേ നമ്മൾ എന്താണോ വീട്ടുപേര് അത് തന്നെ തുടർന്ന് താഴെയുള്ള കോളത്തിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വീട്ടു പേര് അതിൻ്റെയും തൊട്ട് താഴെ നേരത്തെ പറഞ്ഞ പോലെ ലോക്കൽ ലാംഗ്വേജിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ തൊട്ട് താഴെ ഏതാണോ നമ്മളെ സ്ഥലം, എൻ്റെ സ്ഥലം കുന്നിനകമാണ്, അതുകൊണ്ട് ഞാൻ കുന്നിനകം ഒന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ചേർക്കേണ്ട ആളിൻ്റെ സ്ഥലം എവിടെയാണോ ആ സ്ഥലം നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഏതാണോ പ്ലേസ് അത് അതിൻ്റെ തൊട്ട് താഴെ തന്നെ മലയാളത്തിൽ ടൈപ്പ് ചെയ്തെടുക്കാനുള്ള കോളമുണ്ട്. നമ്മൾ നമ്മളെ സ്ഥലം മലയാളത്തിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലോക്കൽ ലാംഗ്വേജ് വിട്ടേക്കുക. അതുപോലെ നമ്മുടെ പോസ്റ്റ് ഓഫീസ് എവിടെയാണോ ആ പോസ്റ്റ് ഓഫീസ് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ തന്നെ ഇൻ മലയാളം എന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെ നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ തൊട്ട് താഴെ ഈ പോസ്റ്റ് ഓഫീസിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ പിൻകോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ പിൻകോഡ് നമ്മളെ പോസ്റ്റ് ഓഫീസിൻ്റെ കോഡാണ്, പോസ്റ്റൽ കോഡാണ്. എത്രയാണെന്ന് അറിയാമെന്നുള്ളവരും ഇല്ലാത്തവർ കണ്ടുപിടിച്ച് അവിടെ പോസ്റ്റൽ കോഡ് ടൈപ്പ് ചെയ്യുക. തൊട്ട് താഴെ ഗാർഡിയൻ ആരാണോ, വീട്ടിലെ ചിലപ്പോൾ നമ്മളെ അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം, വേറെ ആരെങ്കിലും വളർത്തുന്നവരായിരിക്കാം. ഗാർഡിയൻ്റെ പേരെന്താണോ അവിടെ ഫസ്റ്റ് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. മലയാളത്തിലല്ല സോറി ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക തുടക്കത്തിൽ ഫസ്റ്റ്. അതിൻ്റെ തൊട്ട് താഴെ മലയാളത്തിൽ ഇൻ മലയാളം എന്ന് കൊടുത്തിട്ടുണ്ട്, ഗാർഡിയൻ നെയിം ഇൻ മലയാളം എന്ന് കൊടുത്തിട്ടുണ്ട്, അവിടെ നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. തൊട്ട് താഴെ ലോക്കൽ ലാംഗ്വേജ് നേരത്തെ പോലെ ഉണ്ട്, അത് സെലക്ട് ചെയ്യണമെന്നില്ല. ഗാർഡിയനുമായിട്ടുള്ള റിലേഷൻ എന്താണോ, ഫാദറാണോ മദറാണോ ഹസ്ബൻഡാണോ വൈഫാണോ എന്നുള്ള ആ ഇത് സെലക്ട് ചെയ്യുക. അമ്മയാണെങ്കിൽ അമ്മ, അച്ഛനാണെങ്കിൽ അച്ഛൻ. തൊട്ട് താഴെ ഐഡൻറ്റി കാർഡിൻ്റെ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് കുറേ പാസ്പോർട്ട് നമ്പർ, ഡ്രൈവിംഗ് ലൈസൻസ്, അങ്ങനെ പല നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആധാർ സെലക്ട് ചെയ്യുക. രണ്ടാമത്താണ് ആധാർ സെലക്ട് ചെയ്തതിന് ശേഷം ആധാർ നമ്പർ നമ്മൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും താഴെയായിട്ട് സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ സൈഡിലായിട്ട് കിടപ്പുണ്ട്. സബ്മിറ്റ് കൊടുക്കുക. നേരെ അടുത്ത പുതിയ പേജിലോട്ട് പോകും.
3 സ്റ്റെപ്പുകൾ പൂർത്തിയായിട്ടുണ്ട്. 4ാമത്തെ സ്റ്റെപ്പ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഗാലറിക്കകത്ത് നമ്മൾ ഇട്ടിരിക്കുന്ന ഫോട്ടോ ചൂസ് ചെയ്യുക. അപ്ലോഡ് ഫോട്ടോ എടുക്കുക. ഫോട്ടോ അപ്ലോഡ് ആയിട്ടില്ല, കാരണം മുകളിൽ എഴുതിയിട്ടുണ്ട് 30 KB താഴെയുള്ള ഫോട്ടോസ് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സെൻട്രൽ അടിച്ച് നേരെ ബാക്ക് പോയി ഗൂഗിളിനകത്ത് കയറിയതിന് ശേഷം ഡിക്രീസ് ഫോട്ടോ സൈസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലൊരു പേജ് വരും. അതിനുശേഷം റെഡ്യൂസ് ഫോട്ടോ സൈസ് നമ്മൾ ആ ഒരു ഫസ്റ്റ് കിടന്ന അത് തന്നെ ഇമേജ് സൈസ് റെഡ്യൂസ് ചെയ്യാനുള്ള വരും. അതിനകത്ത് നമ്മൾ സെലക്ട് ഇമേജ് കൊടുക്കുക. ഈ ഫോട്ടോ സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ സൈസ് 100 KB എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ടൈപ്പ് ചെയ്ത് അതൊരു 30 KB നമ്മൾ ടൈപ്പ് ചെയ്തത്. കാരണം നമുക്ക് വേണ്ടത് 30 KB താഴെയാണ്. 30 KB വരെ നമുക്ക് ആ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അവിടെ 30 ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തൊട്ടിപ്പുറത്ത് റെഡ്യൂസ് സൈസ് എന്ന് പറഞ്ഞൊരു ചെറിയ കോളം കാണാം. അത് പ്രസ് ചെയ്യുക. ഫോട്ടോ ജസ്റ്റ് സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമ്മൾ ആ ഫോട്ടോ റെഡ്യൂസ് ചെയ്ത് 28 KB സൈസിൽ വന്നു. അതിന് തൊട്ട് താഴെ ഡൗൺലോഡ് ഉണ്ട്. ആ ഡൗൺലോഡ് കൊടുക്കുക. നേരെ നമ്മൾ ഗാലറിക്കകത്ത് ഡൗൺലോഡ് ആയി. വീണ്ടും നമ്മൾ തിരിച്ച് നമ്മൾ മറ്റേ പേജിൽ പോയി ചൂസ് ഫയൽ വീണ്ടും കൊടുക്കുക. തൊട്ടടുത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത സാധനങ്ങളൊന്നും കിടപ്പുണ്ട്. അത് സെലക്ട് ചെയ്യുക. അപ്ലോഡ് ഫോട്ടോ എന്നുള്ള തൊട്ട് താഴത്തെ ഓപ്ഷൻ കൊടുക്കുക. അപ്ലോഡ് ചെയ്യുക. തൊട്ട് താഴെ പ്രൊസീഡ് ചെയ്യുക. പ്രൊസീഡ് ചെയ്തതിന് ശേഷം വീണ്ടും അടുത്തൊരു പേജ് ഇങ്ങനെ വരും. ഇനി 5ാമത്തെ സ്റ്റെപ്പാണ്. 4 സ്റ്റെപ്പ് ഗ്രീൻ കളർ ആയി കഴിഞ്ഞ് 4 സ്റ്റെപ്പ് ഓക്കെ ആയി. 5ാമത്തെ സ്റ്റെപ്പാണ്. നമ്മളത് ഫുൾ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഡിസ്ട്രിക്ട്, വാർഡ്, താലൂക്ക്, പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള അഡ്രസ്സ് എല്ലാം നമ്മൾ ഒന്നേന്ന് മൊത്തം ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കുക. ഇത് അവസാനത്തെ ഘട്ടമാണ്. ഇതിനകത്ത് എന്തെങ്കിലും തിരുത്തലുണ്ടോ എന്ന് നോക്കുക. ഒന്നുമില്ലെങ്കിൽ ഫുള്ള് സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് കൺഫേം ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നേരെ ആ 5 സ്റ്റെപ്പും പൂർത്തിയായി നേരെ പുതിയൊരു പേജിലോട്ട് വരും. പ്രിൻ്റ് ഹിയറിംഗ് നോട്ടീസും പ്രിൻ്റ് ഫോമേയും. ഇത് രണ്ടും ആദ്യം നമ്മൾ ഹിയറിംഗ് നോട്ടീസ് എന്ന് കിടക്കുന്നത് പ്രസ് ചെയ്യുമ്പം നമുക്കത് ഡൗൺലോഡായി കിട്ടും. അതുപോലെ തന്നെ പ്രിൻ്റ് ഫോം 4 എന്നുള്ളത് തൊട്ട് റൈറ്റിലും കിടപ്പുണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോമും ഡൗൺലോഡായി കിട്ടും. നമ്മളിത് എവിടെയാണ് ഡൗൺലോഡായി കിടക്കുക എന്ന് വെച്ചാൽ തൊട്ട് മുകളിൽ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ കാണിച്ചു തരാം. ഏറ്റവും മുകളിലായിട്ട് ആ 3 ഡോട്ട് അതിൻ്റെ ഏറ്റവും കുറച്ചുണ്ട് ഡൗൺലോഡ്സ് എന്നൊരു ഇത് കണ്ടോ. ആ ഡൗൺലോഡ്സിനകത്ത് നമ്മളിപ്പം ഡൗൺലോഡ് ചെയ്ത 2 ഫോമും കിടപ്പുണ്ട്. അത് രണ്ടും ഓപ്പൺ ചെയ്ത് നോക്കുക. ഓപ്പൺ ചെയ്ത് നമ്മൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പരിശോധിച്ച് നോക്കുക. ഇനി തിരുത്താൻ പറ്റത്തില്ല എന്ന് പോണതിൻ്റെ ഒന്ന് നമുക്ക് തിരുത്താം. ഈ 2 ഫോമും നോക്കിയതിന് ശേഷം പുറത്തിറങ്ങുക. വായിച്ചു നോക്കാം മൊത്തം എന്താണെന്നുള്ളത് ഫുള്ള് വായിച്ചു നോക്കുക. ഓക്കെ. അതിന് ശേഷം ഇത് നമ്മൾ പോകുന്നതിൻ്റെ അന്ന് അതിൻ്റെ ഡേറ്റ് ഇപ്പോൾ ഇതിൽ തന്നെ ഹിയറിംഗ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ഡേറ്റും ടൈമും കൊടുത്തിട്ടുണ്ട്. ആ ഡേറ്റും ടൈമിലും എവിടെയാണോ സ്ഥലം അതിൽ പറഞ്ഞിരിക്കുന്നത് ആ സ്ഥലത്ത് നമ്മൾ ചെല്ലുക എന്നുള്ളതാണ്. അത് പോകുമ്പം നമ്മളെ KYC ഡേറ്റാസ് ആധാർ അല്ലെങ്കിൽ അതുപോലുള്ള വേറെ വോട്ടർ ID എന്തെങ്കിലും ഉണ്ടെങ്കിലും ID കാർഡ് ഉണ്ടെങ്കിൽ അതും ഫോട്ടോയും കൊണ്ട് പോവുക. ഇത് നമ്മൾ ഡൗൺലോഡ് ചെയ്തത് ഇപ്പോൾ കറക്റ്റ് എല്ലാവർക്കും എവിടെ കിടക്കണം എന്ന് അറിയാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമ്മൾ ആ മുകളിൽ ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ്സിൽ പോവുക. ഈ 2 സാധനം സെലക്ട് ചെയ്യുക. ഇതിന് മുകളിൽ ഷെയർ ഉണ്ട്. ആ ഷെയറിൽ കൊടുക്കുക. നേരെ വാട്സപ്പിലോ ആർക്കെങ്കിലും നമുക്ക് പരിചയക്കാർക്കാണ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ
അവർ വാട്സപ്പ് സെലക്ട് ചെയ്യുക, എന്താണ് പേര് സെലക്ട് ചെയ്യുക, അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നേരെ അവർ വാട്സപ്പിനകത്ത് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. നിലവിൽ ഈ ഫോമുമായിട്ട് അതിൽ പറയുന്ന ഡേറ്റിൽ നമ്മൾ പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഏതാണോ സ്ഥലം അവിടെ എത്തുക, ആ ഡേറ്റിനും ടൈം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.